അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നേതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളെയെല്ലാം കാണാനും അറിയാനും പരിചയപ്പെടാനും സംസാരിക്കുവാനും എല്ലാം സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ വാർത്ത പ്രകാരം കേരളം ഗിന്നസ് ബുക്കിലേക്ക് കയറുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ആരോപണത്തിൻ്റെ DNA റിസൾട്ട് വന്ന വാർത്ത ഇന്നാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത്. DNA റിസൾട്ട് വന്നപ്പോൾ കേരളം ഗിന്നസ് ബുക്കിലേക്ക് കയറുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പിതാവ്, അച്ഛൻ കേരളത്തിലാണ് എന്നതിലാണ്. കൊച്ചിയിലുള്ള 12 വയസ്സുകാരൻ തന്നെയാണ് 17 വയസ്സുള്ള തൻ്റെ കസിൻ സിസ്റ്ററുടെ കുട്ടിയുടെ പിതാവ് എന്ന് ഇന്നത്തെ DNA ടെസ്റ്റ് തെളിയിച്ചിരിക്കും. 12 വയസ്സുകാരൻ പിതാവാകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. നമ്മൾ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമെല്ലാം ഒരുപാട് അഭിമാനമുള്ളവരാണ്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ചരിത്രത്തെ എല്ലാം കുറിച്ച് അഭിമാനമുള്ളവരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ബഹുസ്വരതക്കും സൗഹൃദത്തിനുമൊന്നും സമാന്തരമായി ലോകത്തെവിടെയുമില്ല എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ കലാപങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൊച്ചു കേരളത്തെ ഒരിക്കലും ബാധിക്കില്ല എന്നൊരു 10 കൊല്ലം മുമ്പ് നമ്മളെല്ലാം വലിയ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. നമ്മുടെ കേരളം ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഏറെ ശാന്തിയോടുകൂടി നിലനിന്ന സൗഹൃദത്തിന് ലോകത്തിന് മാതൃകയായി തീർന്ന സ്ഥലമാണ്. തീർച്ചയായും നമുക്കതിൽ അഭിമാനിക്കാനുണ്ട്. പക്ഷേ അഭിമാനം നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ കാലത്തെ വാർത്തകൾ നമ്മളെ ഭീതിപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. ഭീതി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ ഭീതിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ ഭീതിദയമായ വാർത്ത 2 ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് നമ്മൾ വായിച്ചു. പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുഅദ്ദിനെ ഇപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസാരം നിർത്തി. ബാങ്ക് വിളി അത് വിശുദ്ധമായ നമസ്കാരത്തിലേക്കുള്ള ക്ഷണമാണ്. അങ്ങനെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു പാവപ്പെട്ട
ഒരു മുഅദ്ദിനെ, ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കുറെ ആളുകൾ വന്ന് കഴുത്തറുത്ത് കൊന്നിരിക്കുക. ആര്, എങ്ങനെ, എന്ത് എന്നൊന്നും നമുക്കറിയില്ല. ആരെക്കുറിച്ചും ഊഹങ്ങൾ മെനയുവാൻ നമ്മൾ ആളുകളുമല്ല. പക്ഷേ നമുക്ക് അതെല്ലാം നൽകുന്ന വലിയ വിവരമുണ്ട്. നാം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, മൊബൈലിൽ നിന്നുള്ള നമ്മുടെ സാഹചര്യത്തിൽ ഒരു 12 വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയടക്കം ആ സഹോദരി പറഞ്ഞത് ശരിയാണെങ്കിൽ ആക്രമിച്ച് തൻ്റെ സഹോദരിയെ, തൻ്റെ കസിൻ സിസ്റ്ററെ കീഴ്പ്പെടുത്തുവാൻ മുതിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമ്മുടെ മീഡിയകളിൽ പെൺപീഡനം ഒരു വാർത്തയല്ലാതായിരിക്കുന്നു. ഒരു ദിവസം പത്രം തുറന്നാൽ 2 പീഡന വാർത്തകളെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹരമില്ലാത്ത കോലത്തിൽ മലയാളിയുടെ മനസ്സ്. അവിടെ മാത്രം നിൽക്കുന്നില്ല, നമ്മുടെ പതിതമായ അവസ്ഥയിലേക്കുള്ള പോക്ക്. സൗഹൃദങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തിന്മകൾ പുതിയ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, കഴിഞ്ഞ വർഷം ജനുവരി മാസം 21-ാം തീയതിയാണ് നമ്മൾ വായിച്ചത്, ഇന്ത്യയിലെ ഉന്നതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് പഠിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ, നല്ല ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ള, ബുദ്ധി നിലവാരമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ദളിതനായിപ്പോയി എന്ന കാരണത്താൽ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവസാനം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥാവിശേഷം. രോഹിത് വെമുല ഇന്ത്യയുടെ മനസ്സിലെ ഒരു 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 വലിയ നീറലായി ഇന്നും നിലനിൽക്കുകയാണ്. ഒരു വെമുല ആത്മഹത്യ ചെയ്തപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടു. നമ്മൾ 21-ാം നൂറ്റാണ്ടിലെ വലിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ അവകാശപ്പെടുന്നതും നമ്മുടെ രാഷ്ട്രശില്പികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമെല്ലാം അതാണ്. തീർച്ചയായും നമ്മൾ പുരോഗമിക്കണം. നമുക്ക് ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകണം. ആകാശഗോളങ്ങളിലേക്ക് ഇന്ത്യക്കാരന്റെ പ്രതിനിധികളെ പറഞ്ഞേക്കണം. ആകാശത്തിൽ റോന്തു ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഇന്ത്യയുടെ പതാക പറക്കണം. ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ, നട്ടല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കുവാൻ ഇന്ത്യക്കാർക്ക് കഴിയുന്ന അഭിമാനകരമായ സംഭാവനകൾ ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളവർക്ക് സാധിക്കണം. നമ്മുടെ എല്ലാം ആഗ്രഹം അതാണ്. നമ്മളെല്ലാവരും നാടിനെ സ്നേഹിക്കുന്നത് ആ ഒരു തലത്തിലാണ്. അങ്ങനെ നമ്മുടെ നാടിന്റെ നന്മകളെ വർധനവോടുകൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക്, പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നമ്മുടെ നാടിനെ കുറിച്ച് വെച്ച് പുലർത്തുന്നവർ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ പോലും ഒഴിവാക്കി വെച്ചുകൊണ്ട് ചോരനീരാക്കി പണിയെടുക്കുന്നവരാണ് പ്രവാസികൾ.
കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ നന്മകൾക്ക് വേണ്ടി കൂടി അവർ നിലനിൽക്കുന്നു. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ ചാലകശക്തി പ്രവാസിയുടെ പണമാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രവാസി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ, 15 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് നമ്മൾ വന്നപ്പോ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു നാടുണ്ടായിരുന്നു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നാട്. അന്നും മതങ്ങളുണ്ടായിരുന്നു. മതവിശ്വാസികൾ വിശ്വാസങ്ങളിൽ ശക്തരായി തന്നെ നിലകൊള്ളുകയും ചെയ്തിരുന്നു. അന്നും ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ആചാരങ്ങൾ മതവിശ്വാസികൾ കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മതം വിശ്വാസത്തിനോ ആചാരത്തിനോ നന്മകൾക്കോ വേണ്ടിയല്ലാതായി മാറുകയും പരസ്പരം കഴുത്തറുക്കുവാനുള്ള കേവല മേൽവിലാസങ്ങളായി തീരുകയും ചെയ്യുന്നു. ജാതിയെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോ അത് നമ്മൾ ആഘോഷിച്ചവരാണ്. ആ സന്ദേശം കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നുപോയി എന്ന് നമ്മൾ ആഹ്ലാദിച്ചവരാണ്. പക്ഷേ ആ നാട്ടിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു താഴ്ന്ന ജാതിക്കാരൻ, അയാൾക്ക് വിദ്യാഭ്യാസം കുറവായത് കൊണ്ടല്ല, അയാൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അയാൾക്ക് വിവരമോ വിജ്ഞാനമോ മറ്റ് സർഗാത്മകമായ കഴിവുകളോ ഇല്ലാത്തത് കൊണ്ടല്ല, അയാളൊരു ചണ്ടാലപ്പെണ്ണിൽ ജനിച്ചു എന്ന കാരണത്താൽ മാത്രം അയാൾ പീഡിപ്പിക്കപ്പെടുകയും മാനസികമായി, ശാരീരികമായി. ഒരാളല്ല, ഒരാൾ ഒരു പ്രതീകമായി തീരുകയും. ഇങ്ങനെ എല്ലായിടത്തും നന്മകളുടെ തുരുത്തുകൾ കെട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ മാത്രം 2016 2600-ലധികം പീഡന കേസുകൾ. പുതിയ ഭാഷ അങ്ങനെയാണല്ലോ. ബലാത്സംഗം എന്ന് പറഞ്ഞു മടുത്തിട്ടാണ് നമ്മൾ മലയാളത്തിലെ ഒരു സംസ്കൃതമായ പദം, ഒരു നല്ല പദം കണ്ടുപിടിച്ചത്, പീഡനം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഓരോ ദിവസവും 7-8 പീഡനങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നടക്കുന്നു എന്ന്. അതിനേക്കാൾ ഈ പീഡനക്കേസിലെ പ്രതികൾ 12, 13, 14, 15, 16 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രതികൾ, നമ്മുടെ മലയാളി പ്രതികൾ, അവരുടെ അടുത്ത കുടുംബക്കാരാണ്, സഹോദരങ്ങളടക്കം, ജ്യേഷ്ഠ സഹോദരങ്ങൾ അടക്കം, സഹോദര പുത്രന്മാരടക്കം, വല്യച്ഛന്മാരടക്കം, മുത്തശ്ശന്മാരടക്കം ആ പ്രതികളിൽ പെടുകയാണ്. നന്മയുടെ തുരുത്തുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായും വലിയ വർത്തമാനം പറയുകയാണ്. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ പറയുന്നു. നമുക്കടുത്തുള്ള നമ്മുടെ സഹോദരിയിലെ പെണ്ണിനെ മാത്രം കാണാൻ പഠിക്കുന്ന സംസ്കാരമാണെങ്കിൽ അവളിലെ സഹോദരിയെ, അവളിലെ അമ്മയെ, അവളിലെ അനിയത്തിയെ കാണാൻ കഴിയാത്ത സംസ്കാരമാണ് നമ്മുടേതെങ്കിൽ ഡിജിറ്റൽ യുഗവും നമുക്ക് സംഭാവന ചെയ്യുക വൃത്തികെട്ട ലൈംഗിക അശ്ലീലതകളുടെ പുതിയ വേർഷനുകളായിരിക്കും. അവിടെയാണ് നമ്മൾ
ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് എങ്ങനെ മാറും, എങ്ങനെ മാറ്റാൻ കഴിയും? രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് ജനാധിപത്യപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി വരുമ്പോഴും മാനവികമായ തലത്തിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായും അധികാര ശ്രേണിക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാനീ പറഞ്ഞ ധാർമ്മിക പ്രശ്നങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു. മനുഷ്യരിലെ മനുഷ്യനെ കാണാൻ കഴിയാത്ത, മനുഷ്യനിലെ മാംസം കാണാൻ കഴിയുന്ന, മനുഷ്യനിലെ ഉപഭോക്താവിനെയും തൊഴിലാളിയെയും മുതലാളിയെയും മാത്രം കാണുന്ന, മനുഷ്യനിലെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും മാത്രം കാണുന്ന അവസ്ഥ. ഈ അവസ്ഥ ഇന്ന് മാത്രമല്ല. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാകുമ്പോൾ ഡിജിറ്റലായി അത് നടക്കുന്നു എന്ന് മാത്രം. തിന്മകൾ ഇന്ന് മാത്രമല്ല, പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ജാതീയതയും വർഗീയതയും വംശീയതയും അധാർമികതയുമെല്ലാം കൊടികുത്തി വാണ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ മനുഷ്യരെ നേരായ മാർഗത്തിലൂടെ നയിച്ച് മാനവികതയുടെ സന്ദേശം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നു പ്രവാചകന്മാർ. ഇന്ന് പ്രവാചകന്മാരുടെ പേരിലാണ് തിന്മകൾ അരങ്ങേറുന്നത്. ഇന്ന് ദൈവത്തിന്റെ സ്വന്തക്കാരെന്ന് പറയുന്ന ആളുകളാണ് തിന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ ദൈവത്തിന്റെ അല്ല പിശാചിന്റെ സ്വന്തക്കാരാണ് എന്ന് വിളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തിന്മകൾ നിലനിന്ന് മനുഷ്യനെ കാണാൻ കഴിയാതിരുന്ന സമയത്ത് പ്രവാചകന്മാരിലൂടെ മാനവികതയുടെ സന്ദേശം പഠിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചു. ഭാരതീയ ഋഷിവര്യന്മാർ മാനവികതയെക്കുറിച്ചാണ് സംസാരിച്ചു വെച്ചത്. നമുക്ക് ഉപനിഷത്തുക്കളുടെ സംഗ്രഹസാരമായി വായിക്കാൻ കഴിയുന്ന അതിസുന്ദരമായൊരു വചനമുണ്ട്. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. ബാന്ധവ മാനവ സർവേ, മനുഷ്യർ മുഴുവനും സർവ മനുഷ്യരും ബന്ധുക്കളാകുന്നു. സ്വദേശ ഭുവനത്രയം, ഭൂമി മുഴുവനും അവരുടെ സ്വദേശമാകുന്നു. ഇതൊരു സുന്ദരമാണ് വചനം. ഭൂമി മുഴുവനും എല്ലാ മനുഷ്യരുടെയും സ്വദേശമാകുമ്പോ വിഭാഗീയതകളുടെ പേരിൽ, ദേശീയതകളുടെ പേരിൽ, അതിരുകളുടെ പേരിൽ തമ്മിലടിച്ച് മരിക്കാൻ ഇവിടെ മനുഷ്യന് നേരം. നാടിന്റെ അതിർത്തികൾ തീർച്ചയായും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ അതിർത്തികൾക്കനുസരിച്ച് മനുഷ്യരെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ല. ഉപനിഷത്തുക്കൾക്ക് അത് പരിചയമില്ല. ക്രിസ്തു പറഞ്ഞതായി മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ 31-32 വചനങ്ങളിൽ നമ്മൾ വായിക്കും, ഒരു ഫരിസേയരിൽപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അപ്പോൾ മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പന, ദൈവവുമായി ബന്ധപ്പെട്ട കൽപ്പന പറഞ്ഞു. അതിനുശേഷം ക്രിസ്തു പറയുന്നത്, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ക്രിസ്തു അതിനുശേഷം പറയുന്നത്, രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അയൽക്കാരനെ കുറിച്ച് സുന്ദരമായ ഒരു ഉപമയുണ്ട് ക്രിസ്തുവിൻ്റെതായി. അത് മാത്രം വിശദീകരിച്ചാൽ മാനവികതയുടെ സുന്ദരമായ സന്ദേശങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കും. പക്ഷേ ആ ക്രിസ്തുവിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാഖിലെ പൈതങ്ങളുടെ തലയിലേക്ക് ബോംബിടുവാൻ വേണ്ടിയുള്ള കുരിശ് യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ ലോക പോലീസ് സംസാരിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാതീയതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ മുഴുവനും അടിവേര് അറുക്കുന്ന അടിസ്ഥാനപരമായ സന്ദേശം ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകനാണ്, അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം
സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. എല്ലാ തരത്തിലുള്ള സങ്കുചിതത്വങ്ങളുടെയും അടിവേരിറക്കുകയാണ്. മനുഷ്യരെ പടച്ചവന്റേതാണ് വചനം. മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ വചനം. മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ട, നിങ്ങൾ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാകും. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നാം നിങ്ങളെ സൃഷ്ടിച്ചത് കറുത്തവനും വെളുത്തവനുമായിട്ടല്ല. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ബ്രാഹ്മണനും ചണ്ടാളനുമായിട്ടല്ല. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഉന്നതനും അധമനുമായിട്ടല്ല. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ മാതാപിതാക്കളുടെ മക്കളായി, ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും മക്കളായിട്ടാണ്. നിങ്ങൾക്കിടയിൽ തറവാടുകളുണ്ട്, ഗോത്രങ്ങളുണ്ട്, ദേശങ്ങളുണ്ട്. അതെല്ലാം കേവലം മേൽവിലാസങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി. ഇന്ന നാട്ടുകാർ, ഇന്ന ഗോത്രക്കാർ, ഇന്ന പ്രദേശത്തുകാർ, അത് തിരിച്ചറിയാൻ. അതിനാണ് രൂപങ്ങൾ, അതിനാണ് രൂപകങ്ങൾ, അതിനാണ് പ്രദേശങ്ങൾ, അതിനാണ് തറവാടുകൾ. കേവലം മേൽവിലാസങ്ങൾ. എന്നിട്ട് പറഞ്ഞു, മഹത്വത്തിന്റെ അടിത്തറ പരിശുദ്ധ ഖുർആൻ കൃത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. തീർച്ചയായും നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ അടുക്കലുണ്ടല്ലോ, നിങ്ങളിൽ കറുത്തവനോ വെളുത്തവനോ അല്ലെങ്കിൽ ഉന്നതനോ അധമനോ ഒന്നുമല്ല ഉന്നതനായിട്ടുള്ളവൻ. ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങൾ പടച്ചവനെ സൂക്ഷിച്ച് ദൈവിക മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണ്? അവരാണ് നിങ്ങളിൽ ഉന്നതന്മാർ. ജന്മത്തിന്റെ പേരിലല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ, നിങ്ങളുടെ വീക്ഷണത്തിന്റെ, നിങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മഹത്വം നിർണയിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചപ്പോൾ പേരിലുള്ള സകലവിധ സങ്കുചിതത്വങ്ങളുടെയും അടിവേരിറക്കുകയായിരുന്നു. അവിടെ പിന്നീട് ജാതീയതകളില്ല, വർഗീയതകളില്ല, വംശീയതകളോ ദേശീയതകളോ ഇല്ല. അവിടെ മനുഷ്യൻ മാത്രം, ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത. സൃഷ്ടാവായ തമ്പുരാൻ, അവനെ മാത്രം ആരാധിക്കുന്നവർ, അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ മുഴുവനും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവർ. ഇതാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച മാനവികമായ സന്ദേശം. അവിടെ വിഭാഗീയതകളോ വർഗീയതയോ വംശീയതയോ ഒന്നും തന്നെയില്ല. കേവലം മാനവികത മാത്രം. നിങ്ങളിൽ ഉന്നതൻ, നിങ്ങളിൽ ഉന്നതൻ, പടച്ചവന്റെ അടുക്കൽ ഉന്നതന്മാരായവർ. അവരാരാണ്? നിങ്ങളുടെ തൊലിയല്ല, നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ അധികാരമല്ല, നിങ്ങളുടെ ജനിച്ച തറവാടോ വിഭാഗമോ പ്രദേശമോ ദേശമോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ നന്മകൾ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പടച്ചവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ജീവിച്ചിട്ടുണ്ട്, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ജീവിച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിച്ച ആശയമല്ല, ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആശയം. പക്ഷേ മുഹമ്മദ് നബിയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആശയം മാത്രമാണിത്. ദൈവദൂതന്മാർ പഠിപ്പിച്ച ആശയം. പക്ഷേ ദൈവദൂതന്മാരുടെ പിൻഗാമികളെന്ന് പറഞ്ഞ ആളുകൾ ഈ ആശയത്തെ പലപ്പോഴും വികലമാക്കിയത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ എല്ലാ സങ്കുചിതത്വങ്ങളും ഉണ്ടായത്. ഈ ആശയം അതേപോലെ പഠിപ്പിക്കപ്പെട്ടപ്പോ, മനുഷ്യർ മുഴുവനും ബന്ധുക്കളാണ് എന്ന ഉപനിഷത്തിന്റെ ആശയം പഠിപ്പിക്കപ്പെട്ടപ്പോ അവിടെ പിന്നെ ജാതികളും ഉപജാതികളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നുമില്ല. പക്ഷേ ആ ഉപനിഷത്തുക്കളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തിൽ വളർന്നു വന്ന ഭാരതീയ സമൂഹത്തിൽ ജാതീയത കൊടികുത്തി വാണത് നമ്മൾ കാണുന്നു. ഇത് പല സമൂഹങ്ങളിലും കാണുന്ന യാഥാർത്ഥ്യം. ഇവിടെയാണ് നമ്മൾ ദൈവം തമ്പുരാന്റെ, സൃഷ്ടികർത്താവായ തമ്പുരാന്റെ മുന്നിൽ ഉന്നതന്മാരായി തീരുവാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്ന ചോദ്യം ഉടലെടുക്കുന്നത്.
ആ ഔന്നത്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം, അതുവഴിയാണ് മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കേണ്ടത്. അതിന് ആദ്യം പടച്ചവനെ തിരിച്ചറിയണം. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് നിങ്ങൾ പടച്ചവനെ, നിങ്ങൾ സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. നിങ്ങളെ പഠിപ്പിച്ച തമ്പുരാനെ നിങ്ങൾ തിരിച്ചറിയണം. അവന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. അവന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചിട്ടപ്പെടുത്തണം. ഇതാണ് ദൈവദൂതന്മാർ പഠിപ്പിച്ചത്. നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും കാണാൻ കഴിയുന്ന അടിസ്ഥാനപരമായ സത്യം, ന തത്ര സൂര്യോ ബാധി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോ ബാന്ധി കുതോയമഗ്നി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഇത് നമ്മൾ വായിക്കുന്നത് മുണ്ടകോപനിഷത്തിലാണ്. മുണ്ടകോപനിഷത്തിൽ നമ്മൾ വായിക്കുന്ന ഈ അതിസുന്ദരമായ വചനം വളരെ കൃത്യമായി ആകാശഭൂമികളെ, ആരാണോ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും ആരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, അവനെ നിങ്ങൾ അനുസരിക്കണം, അവന് നിങ്ങൾ വിധേയപ്പെടണം എന്ന സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നു. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം. സൂര്യൻ അവനില്ലെങ്കിൽ, അവനെ ഭയപ്പെടുന്നില്ലെങ്കിൽ, അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല. ആരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അവയെല്ലാം നിലനിൽക്കുന്നത്? മനുഷ്യ, നീ അവന്റെ നിയമങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് നീ ജീവിക്കണം. അവന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഒന്നാമതായി നീ ചെയ്യേണ്ടത് എന്താണ്? അവനെ അറിയണം, അവനെ മാത്രം ആരാധിക്കണം. ഇത് വേദങ്ങൾ അടിസ്ഥാനപരമായി പഠിപ്പിച്ച തത്വം. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന തത്വം. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവനെ മാത്രം നിങ്ങളുടെ ഹൃദയത്തിന്റെ നാഥനായി, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവനെ മാത്രം പ്രാർത്ഥിക്കുന്നവരായി, അവനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവരായി നിങ്ങൾ തീരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ അർത്ഥമുണ്ടാവുക. അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുബാസതേ തതോ ഭൂയ ഇവതേ തമോ സംഭൂതിയാം രഥ എന്ന് ഈശാവാസ്യ ഉപനിഷത്തും യജുർവേദവും ഒരേ സ്വരത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു. എന്താണ് പറഞ്ഞത്? അന്ധകാരത്തിലാണ് പ്രവേശിക്കുന്നത്. അന്ധകാരത്തിലാണ് പ്രവേശിക്കുന്നത്. ആരാണ് അന്ധകാരത്തിൽ പ്രവേശിക്കുക? സംഭൂതി മുബാസതേ. ഉപാസിക്കുന്നവർ. ആരെ ഉപാസിക്കുന്നവർ? സട്ടാവല്ലാത്തവരെ, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നവരെ, നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിൽ, നരകത്തിലാണ് പതിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്താണ്, യജുർവേദമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, സട്ടാവിനെ അറിയണമെന്ന് പറഞ്ഞ, സട്ടാവിന് ജീവിതത്തെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ വേദസംഹിതകളും ഉപനിഷത്തുക്കളും സട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാന സന്ദേശവും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അവയിൽ നിന്നെല്ലാം അതിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ തിരിഞ്ഞു പോകുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ക്രിസ്തുവിനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മർക്കോസിന്റെ സുവിശേഷത്തിന് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, ഫരിസേയരിൽപ്പെട്ട ഒരു വേദജ്ഞാനി ക്രിസ്തുവിനോട് വന്നുകൊണ്ട് ചോദിക്കുന്നതാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടുകൂടെയും സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ദൈവത്തിന് കീഴ്പ്പെടുക, പടച്ചവന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി പടച്ചവന് കീഴ്പ്പെടുക, അവനെ ജീവിതത്തെ സമർപ്പിക്കുക എന്ന അത്യുന്നതമായ ആശയം. അതുതന്നെയാണ് സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ, മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിൽ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. എന്താ കാരണം? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് നമ്മൾ ഈ വചനങ്ങളിൽ കണ്ടതുപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നാണ്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ്. പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ്. അതിനൊന്നാമത് വേണ്ടത് പടച്ചവനെ അറിയലാണ്, അവരെ മാത്രം ആരാധിക്കലാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ, സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനല്ലാതെ മറ്റാരും ആരാധനകൾ അർഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ
ആദ്യമായി മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന തത്വം ഈ സന്ദേശമായി തീർന്നത്. ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖറജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് ഏതെങ്കിലും നാടിൻ്റെ, പ്രദേശത്തിൻ്റെ, ഏതെങ്കിലും ജാതിയുടെ, വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും മതത്തിൻ്റെ ദൈവത്തെയല്ല. മറിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണ് സൃഷ്ടിച്ചത്? അവനെയാണ്. അത് സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയാണോ? അല്ലല്ലോ. എങ്കിലും മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവർ ആരാണ് സൃഷ്ടിച്ചത്? അങ്ങനെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണോ? അല്ലല്ലോ. എങ്കിൽ യേശുവിന് മുൻപുള്ളവർ ആരാണ് സൃഷ്ടിച്ചത്? അത് സൃഷ്ടിച്ചത് ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ആണോ? അല്ലല്ലോ. അവർക്ക് മുൻപുള്ളവരെല്ലാം ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും സൃഷ്ടിച്ച, നമ്മളെയും സൃഷ്ടിച്ച നാഥനെ, അവനെ മാത്രം ആരാധിക്കുക. ഇത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച തത്വത്തിന്റെ അടിത്തറ. ആ നാഥനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തകയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ആ ഉപരിലോകത്തിന് ഇന്ന് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നവൻ, ആ ജലഗണങ്ങൾ ഉപയോഗപ്പെടുത്തി സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതെ, ഭൂമിയാണ് നമ്മുടെ മെത്ത. ഈ പ്രപഞ്ചം വളരെ വലുതാണ്. പക്ഷേ ആ പ്രപഞ്ചത്തിൽ എവിടെയും മനുഷ്യനൊന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സ്ഥലവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചം അറിഞ്ഞിടത്തോളം, നമ്മൾ എണ്ണിയിടത്തോളം 30,000 കോടി ഗാലക്സികളുടെ വലിയ ഭീമാകാരമായ, ചിന്തിക്കാൻ പോലും മനുഷ്യന് സാധ്യമല്ലാത്തത്രയും വലിയ പ്രപഞ്ചം. 30,000 കോടി ഗാലക്സികളെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നാസയുടെ പഠനത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ 10,000 കോടി നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഒരു ഗാലക്സി. ആ 10,000 കോടി നക്ഷത്രങ്ങളുടെ കൂട്ടം, അതൊരു ഗാലക്സി. അങ്ങനെയുള്ള 30,000 കോടി ഗാലക്സികൾ, 10,000 കോടി നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നക്ഷത്രം, ഒരു ഇടത്തരം നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. നമ്മുടെ സൂര്യനിൽ ഭൂമിയെപ്പോലെയുള്ള 103 ലക്ഷം ഭൂമികളെ കൊള്ളുമെന്നാണ്. അത്രയും വലുതാണ് നമ്മുടെ സൂര്യൻ. സൂര്യന്റെ ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ അടക്കമുണ്ട്. അങ്ങനെയുള്ള ബൃഹത്തായ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ അതാ മാറി നിൽക്കുന്നു ഭൂമി എന്ന സാധനം. ആ പ്രപഞ്ചത്തിൽ മാറി നിൽക്കുന്നു ഭൂമി. അവിടെ പ്രപഞ്ചത്തിൽ ഒന്നും നമ്മൾ കാണുന്നില്ല. പ്രപഞ്ചം മുഴുവനും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ, പ്രപഞ്ചം മുഴുവനും ആറ്റോമിക് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുമ്പോ, നക്ഷത്രങ്ങളിൽ മുഴുവനും നടക്കുന്നത് ആറ്റോമിക സ്ഫോടനമാണ്. ഹീലിയം ഉണ്ടാവുകയാണ്, ഹൈഡ്രജൻ കൂടിച്ചേർന്നുകൊണ്ട്. അങ്ങനെയുള്ള ആറ്റോമിക് സ്ഫോടനം നടന്നുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ വേറിട്ട് നിൽക്കുന്ന ഒരു ഭൂമി. അവിടെ സമാധാനമാണ്, അവിടെ വെള്ളമുണ്ട്, അവിടെ മനുഷ്യന്, ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയും അറിഞ്ഞിടത്തോളം ആ രൂപത്തിലുള്ളൊരു തുരുത്തില്ല. ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടിയാണ് മെത്തയാക്കി തന്നത്. നിങ്ങൾക്ക് ഇതേപോലെ കിടക്കാൻ, ഇതേപോലെ സുഖമായി വസിക്കുവാൻ. ഈ പ്രപഞ്ചം അതിവിശാലമാണെങ്കിലും മറ്റൊരു സ്ഥലവുമില്ല. ആ ഭൂമിയെ നിങ്ങൾക്ക് ഒരുക്കി തന്നതാരാണ്? ഭൂമിയെ, ഈ പ്രപഞ്ചത്തിൽ വേറിട്ട് നിൽക്കുന്ന, വെള്ളം നിലനിൽക്കുന്ന, സസ്യലതാദികൾ വളരുന്ന രൂപത്തിലാക്കിയതാരാണ്? ആ ഭൂമിയുടെ ഒരുപാട് സവിശേഷതകൾ, ആ സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് ഭൂമി അങ്ങനെയായത്. ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യൻ എന്ന നക്ഷത്രം പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക രൂപത്തിലാണ് നിൽക്കുന്നത്. ആ സൂര്യൻ എന്ന നക്ഷത്രത്തിന്റെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ഭൂമി ഒരു പ്രത്യേക അകലത്തിലാണ് നിൽക്കുന്നത്. ആ ഭൂമിയുടെ ചെരിവ് ഒരു പ്രത്യേക രൂപത്തിലുള്ള ചെരിവാണ്. അതുകൊണ്ട് അങ്ങനെ 24ഓളം അനുകൂലനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്ന് ശാസ്ത്രം. എങ്കിൽ ആ അനുകൂലനങ്ങൾ ഉണ്ടാക്കിയതാര്? ഖുർആൻ ചോദിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. ഉപരിലോകത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവൻ. ഉപരിലോകത്ത് മേൽക്കൂരയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ സാധ്യമല്ലാത്ത വിധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഈ അറ്റോമിക സ്ഫോടനം വഴിയുള്ള റേഡിയേഷൻ വഴി മാത്രം നമ്മൾ എന്നോ കരിഞ്ഞു പോകുമായിരുന്നു. ആ കരിയാത്ത രൂപത്തിൽ ഓസോൺ പാളിയും ട്രോപ്പോസ്ഫിയർ മുതൽ അയണോസ്ഫിയർ വരെയുള്ള അന്തരീക്ഷത്തിന്റെ പാളികളും സൃഷ്ടിച്ചു ഭൂമിയെ സംരക്ഷിച്ചു നിർത്തിയ പടച്ചവൻ.
ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലം ഇറക്കി തന്നവൻ. ജലം ഒരല്പസമയം ഇല്ലാതെയാകുമ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെല്ലാം ഇപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ ഇല്ലായ്മയുടെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ജലം യഥേഷ്ടം ഉപയോഗിച്ചിരുന്നവർ, ജലം എത്രയും വെറുതെ കളഞ്ഞിരുന്നവർ, ജലം ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഒരു രൂപത്തിലുമുള്ള അച്ചടക്കമില്ലാതിരുന്നവർ, നമ്മൾ അങ്ങനെയായിരുന്നു. നമ്മുടെ എല്ലാ സങ്കല്പനങ്ങളും അങ്ങനെയായിരുന്നു. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ മതകർമ്മങ്ങളുമെല്ലാം വെള്ളത്തിന്റെ ആറാട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ജല അച്ചടക്കം പഠിക്കാൻ തുടങ്ങുകയാണ് കേരളത്തിന്റെ സമൂഹം. നമുക്ക് മറ്റൊരു മാർഗവുമില്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാലാണ് ജലം ഉണ്ടാവുക എന്ന് കെമിസ്ട്രി ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ഐറ്റിറ്റായി വീഴണമെങ്കിൽ അത് പടച്ച തമ്പുരാൻ തന്നെ, ദൈവം തമ്പുരാൻ തന്നെ അനുഗ്രഹിക്കണമെന്ന അവസ്ഥാവിശേഷമാണുള്ളത്. നമുക്ക് പടച്ചവരെ വെല്ലുവിളിക്കാൻ കഴിയില്ല. ഇതാ സൃഷ്ടികർത്താവ് അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല എന്ന് കേരളത്തിന്റെ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉള്ളപ്പോഴും ലോകത്ത് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും തമാശയായി പറയാറുണ്ട് ചിലർ, കേരളത്തിൽ മലയാളികളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ മഴയും കൂടി ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിഡിൽ ഈസ്റ്റിലാണ് വല്ലാത്ത മഴ. കേരളത്തിൽ മഴക്കാർ പോയി നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ബംഗാളികളായതുകൊണ്ട് മഴക്കാരെല്ലാം കൂടി ഗൾഫിലേക്ക് മലയാളികൾക്ക് വേണ്ടി വന്നതാണെന്ന് പറയാറുണ്ട്. ഏകദേശം നമ്മുടെ നാട് മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഈ വചനത്തിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നു. ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ജീവിക്കുന്ന ഞങ്ങളുടെ കേരള നാട് മഴയില്ലാതെ പോയാൽ അവിടുത്തെ പക്ഷി മൃഗാദികളും സസ്യലതാദികളും മാത്രമല്ല മനുഷ്യരും മരണപ്പെട്ട് നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നാഥ, നിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഞങ്ങളുടെ നാട്ടിൽ മഴ വർഷിക്കുകയും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകൾ നിലനിൽക്കുമ്പോഴും നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. എന്താണ്? ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മഴ വർഷിപ്പിച്ചു തന്നവൻ, അങ്ങനെയുള്ള പടച്ചവൻ. ആ മഴയെ കൊണ്ട് സസ്യലതാദികളെ ഫലമൂലാദികളെ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതെ, ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ മാത്രമേയുള്ളൂ സസ്യലതാദികൾ, ഭൂമിയിൽ മാത്രമേയുള്ളൂ ഫലമൂലാദികൾ, ഭൂമിയിൽ മാത്രമേയുള്ളൂ ജീവൻ. അതിന് കാരണം ജലത്തിന്റെ നിലനിൽപ്പാണ്. ഇതെല്ലാം ചെയ്തു തന്നത് ആരാണ്? ഖുർആനിന്റെ ചോദ്യമാണ്. മനുഷ്യരെ, നിങ്ങൾക്കിതെല്ലാം ചെയ്തു തന്നത്, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത്, ഭൂമിയെ മെത്തയാക്കി തന്നത്, ആ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നത്, ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ സസ്യലതാദികളും ഫലമൂലാദികളും ഉൽപ്പാദിപ്പിച്ചു തന്നത് മറ്റാരെങ്കിലുമാണോ? നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളാണോ? ശവകുടീരങ്ങളിലെ പുണ്യപുരുഷന്മാരാണോ? മറ്റാരെങ്കിലുമാണോ? അല്ലല്ലോ, അത് സൃഷ്ടികർത്താവായ തമ്പുരാനല്ലേ. എങ്കിൽ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം അറിയുന്ന, നിങ്ങളുടെ മനസ്സ് കൃത്യമായി അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെപ്പോലും കൃത്യമായി മനസ്സിലാകുന്ന സൃഷ്ടികർത്താവായ തമ്പുരാനെയാകണം. ഇസ്ലാമിന് മനുഷ്യരോട് ആവശ്യപ്പെടാനുള്ളത്, പ്രവാചകന്മാർ മുഴുവനും അടിസ്ഥാനപരമായി ആവശ്യപ്പെട്ട ഈ സന്ദേശം തന്നെയാണ്. ഈ സന്ദേശം സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന സന്ദേശം. അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എവിടെയാണ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ? ജന്തുജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിയമനിർദ്ദേശം ആവശ്യമില്ല. നമുക്കറിയാം, കാട്ടിൽ ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. അവിടെ ഒരു കുഴപ്പമില്ല. ഒരു നിയമമില്ലാത്തത് കൊണ്ട് കാട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായതായി നമുക്കറിയില്ല. കാട്ടിൽ വല്ല നിയമമുണ്ടോ? സിംഹം അനുസരിക്കേണ്ട നിയമം, പുലി അനുസരിക്കേണ്ട നിയമം, കരടി അനുസരിക്കേണ്ട നിയമം. അവിടെ ഭരണഘടനയില്ല, നിയമമില്ല, കോടതിയില്ല, പോലീസില്ല. പക്ഷേ അവിടെ ഒരു കുഴപ്പമില്ല. അവ തിന്നും കൊന്നും പരസ്പരം സഹകരിച്ചും ജീവിച്ചു പോകുന്നു. അവിടെ ഒരു 144 നമുക്ക് പാസ്സാക്കേണ്ടി വന്നിട്ടില്ല. അവിടെ ഒരു നിയമവും വേണ്ടി വന്നിട്ടില്ല. പക്ഷെ മനുഷ്യൻ നിയമങ്ങൾ വേണം. മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ നിയമങ്ങൾ വേണം. ആ നിയമങ്ങൾ ആരാണ് പഠിപ്പിച്ചു തരേണ്ടത്? ആരാണ് ആ നിയമങ്ങൾ പഠിപ്പിച്ചു തരേണ്ടത്? ഈ ജീവജാലങ്ങൾക്കെല്ലാം, കരയിലും കടലിലുമുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഒരു നിയമവുമില്ലെങ്കിലും അവ സ്വയം അനുസരിക്കുന്ന ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് ശാസ്ത്രം പറയുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിയമങ്ങൾക്ക് പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ മനുഷ്യന് നിയമം അനുസരിക്കാനും നിയമം
തിരസ്കരിക്കാനും കഴിയും. അങ്ങനെയുള്ള മനുഷ്യന് മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ജന്മനാഥന നിയമം നൽകിയ സൃഷ്ടികർത്താവ് അവൻ തന്നെയാകണം മനുഷ്യനാവശ്യമായ നിയമങ്ങളും അവതരിപ്പിച്ചു തരേണ്ടത് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമോ, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ വേണമോ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും വേണമോ, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമോ, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി സൃഷ്ടികർത്താവായ തമ്പുരാന്റെ തൃപ്തി നേടണമോ എങ്കിൽ നിങ്ങൾ പടച്ചവന്റെ നിയമങ്ങൾ അനുസരിക്കുക. ഇത് ദൈവദൂതന്മാരെല്ലാം പറഞ്ഞതാണ്. ആ ദൈവദൂതന്മാർ പറഞ്ഞ സന്ദേശം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. മുഹമ്മദ് നബി ഒരു പുതിയ പ്രവാചകത്വം, ഒരു പുതിയ ആശയവുമായി കടന്നു വന്ന ഒരു പുതിയ പ്രവാചകനല്ല. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരിൽ അന്തിമനായി, അവസാനത്തെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മഹാപുരുഷനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പുതിയൊരു ആശയവും പഠിപ്പിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി അദ്ദേഹം പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങളാണ് പഠിപ്പിച്ചത്. അദ്ദേഹം നിയോഗിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന് അറബിയിൽ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളിൽ ഒന്നാമത്തേത് അറബിയയിലെ അദ്ദേഹത്തിന്റെ നാട്ടിലെ മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. അവർ അഭിമാനിച്ചിരുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പാതയിലാണ് എന്നാണ്. ഞങ്ങൾ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പാതയിലാണ് എന്ന് പറഞ്ഞ അറേബ്യയിലെ മുശ്രിക്കുകളോട്, മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങൾ ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെയും പാതയിൽ നിന്ന് പോരണമെന്നല്ല, മറിച്ച് നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പാതയിലല്ല നിങ്ങൾ ആ പാതയിലേക്ക് തിരിച്ചു വരണമെന്നാണ്. നിങ്ങൾ ആ പാതയിലേക്ക് തിരിച്ചു വരണമെന്നാണ്. പിന്നീട് മദീനയിലെത്തിയപ്പോ അവിടെയുണ്ടായിരുന്നത് പ്രധാനമായും ജൂതന്മാരാണ്. ജൂതന്മാർ അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ മോശയുടെ ആളുകളാണ്, മോശയുടെ പാതയിലാണ് ഞങ്ങൾ ഉള്ളത് എന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ മോശയെ ഒഴിവാക്കി, മോശയെ തിരസ്കരിച്ച് ഞാൻ പറയുന്ന പാതയിലേക്ക് വരണം എന്നല്ല, മറിച്ച് മോശയുടെ പാതയിൽ നിന്ന് ജൂതന്മാരെ നിങ്ങൾ വഴിപിഴച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് മോശയുടെ പാതയിലേക്ക് തിരിച്ചു വരണമെന്നാണ്. യേശുവിന്റെ മാർഗത്തിലുള്ളവരാണ് എന്ന് മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള നജറാനിനെ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ വാദിച്ചിരുന്നു. അവരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ യേശുവിന്റെ മാർഗത്തിൽ നിന്ന് പോരണമെന്നല്ല, മറിച്ച് യേശുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ ഒന്നു തന്നെയാണ്. നമ്മൾ മനുഷ്യർ വഴിതെറ്റിപ്പോയതാണ്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന സന്ദേശങ്ങളുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച സന്ദേശം ഏകനായ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന സന്ദേശമാണ് പഠിപ്പിച്ചത്. മുഹമ്മദ് നബി പഠിപ്പിച്ച സന്ദേശങ്ങൾ അത് മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ഇന്ന് നമുക്ക് ഉപലബ്ധമാണ്, ഇന്ന് നമുക്ക് ലഭിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ പടച്ചവൻ മുഹമ്മദ് നബിയിലൂടെ ലോകത്തോട് സംസാരിച്ചതാണ്. പടച്ചവന്റെ വാക്കുകളാണ് ഖുർആൻ, പടച്ചവന്റെ വർത്തമാനമാണ് ഖുർആൻ. ഖുർആൻ പടച്ചവന്റെ വർത്തമാനമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തരികയാണ് ചെയ്തത്. ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, തന്നെ 23 വർഷ കാലഘട്ടം കൊണ്ട് മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ചു തന്നത് അതാണ്. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, കാരുണ്യത്തിന്റെ, സമസൃഷ്ടി സ്നേഹത്തിന്റെ എല്ലാം ഉന്നതമായ ഉദാഹരണമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞത്, പടച്ചവനെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവികമായ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നതിന് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് നോക്കുക എന്നാണ്. ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം വഴി കാണിച്ചു തന്നു. ഇന്ന് ദൈവികമായ വിധിവിലക്കുകൾ ലഭിക്കുവാൻ നമ്മളുടെ കൈകളിലുള്ള സ്രോതസ്സുകൾ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ എല്ലാവിധ സങ്കുചിതത്വങ്ങളിൽ നിന്നും മുക്തമായി സട്ടാവായ തമ്പുരാന്റെ ദാസന്മാരാക്കി തീർത്ത് എല്ലാത്തരം സങ്കുചിതത്വങ്ങളിൽ നിന്നും മുക്തമായി മാനവികതയുടെ ഉന്നതമായ വിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന നാം പ്രമാണങ്ങളാണ്. അത് വർഗീയത പഠിപ്പിക്കുന്നതല്ല, ഭീകരവാദം പഠിപ്പിക്കുന്നതല്ല, അത് അസഹിഷ്ണുത പഠിപ്പിക്കുന്നതല്ല, ക്രൂരത പഠിപ്പിക്കുന്നതല്ല, മറിച്ച് സ്നേഹവും സാഹോദര്യവും ശാന്തിയും കാരുണ്യവും സമസൃഷ്ടി സ്നേഹവും എല്ലാ തരത്തിലുള്ള സേവനങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്ത് പഠിപ്പിക്കാനുള്ളത്. എന്തിന്?
ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കലാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പടച്ചവൻ അവൻ തൃപ്തിപ്പെട്ടവർക്ക് സമ്മാനമായി കൊടുക്കുന്നതാണ്, അവന്റെ സമ്മാനമായി കൊടുക്കുന്നതാണ് സ്വർഗം. അവൻ തൃപ്തിപ്പെടാത്തവർക്ക്, അവന്റെ ശാപകോപ താപങ്ങൾക്ക് വിധേയമായ ആളുകൾ അവന്റെ കാരുണ്യത്തിൽ നിന്ന് നീക്കപ്പെടുകയും നരകത്തിലേക്ക് ആപതിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യരെ പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കുക. ആ തൃപ്തി നേടിയെടുക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ ശാന്തിയോടുകൂടി ജീവിക്കാൻ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുക, പരിശുദ്ധ ഖുർആൻ അനുധാവനം ചെയ്യുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്ന സന്ദേശമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുന്നിൽ വെച്ചത്. ഇത് മാനവികതയുടെ സന്ദേശമാണ്, ഇത് ഐക്യത്തിന്റെ സന്ദേശമാണ്. മനുഷ്യരെല്ലാം ഒന്ന്, അവരുടെ ദൈവം സട്ടാവായ തമ്പുരാൻ. ജാതികളുടെ ദൈവമല്ല, വിഭാഗങ്ങളുടെ ദൈവമല്ല, മതങ്ങളുടെ ദൈവമല്ല, മനുഷ്യരുടെ ദൈവം സട്ടാവായ തമ്പുരാൻ, ഏകനായ തമ്പുരാൻ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചവൻ. അവന്റെ നിയമങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ, ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് മനുഷ്യർക്ക് ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്ന സങ്കല്പനത്തിൽ ഊന്നി നിന്നുകൊണ്ട് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായി, സ്നേഹത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.